എല്ലാവർക്കും നമസ്കാരം. ജാൽസിന്റെ ഔട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ട്രാവലിംഗ് ഒന്നും പോകുന്നില്ല, പുറത്തേക്ക് പോകുന്നില്ല. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ചെറിയ ഫോൺ അൺബോക്സിംഗ് ആണ്. ഇന്ന് നമുക്ക് അൺബോക്സ് ചെയ്യാൻ കിട്ടിയിരിക്കുന്ന ഫോണ് വിവോന്റെ Y33s എന്ന് പറയുന്ന മോഡലാണ്. ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണാണ്. ആസ് യൂഷ്വൽ അവരുടെ വൈറ്റ് ബോക്സ് തന്നെയാണ് ഇതിന് കൊടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ബോക്സ് ഒന്ന് തുറന്ന് ഇതിനകത്തുള്ള എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഫോണിന്റെ ബോക്സും തുറക്കാം. തുറന്നു കഴിഞ്ഞാൽ ആദ്യം ഇതിനകത്ത് അവരുടെ ഇതിനകത്തൊരു കേസ് വരുന്നുണ്ട്, ബാക്ക് കേസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഒരു കാറ്റലോഗ് ഉണ്ട്, വാറണ്ടി സംഭവങ്ങളൊക്കെ ആയിട്ട്. ഇത്രയാണ് ഇതിന്റെ മുകളിൽ വരുന്നത്. അത് മാറിക്കഴിഞ്ഞാൽ കുറച്ച് സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് തുറന്നു കഴിഞ്ഞാൽ കാണാവുന്നതാണ് നമ്മുടെ ഫോൺ. ഇവിടെയാണ് കണ്ടോ, ഫോൺ ഇതാണ് നമ്മുടെ ഫോൺ. അത് കഴിഞ്ഞാൽ ഇതിനകത്തൊരു ചാർജിങ് ബ്ലോക്ക് വരുന്നുണ്ട് വിവോന്റെ. അതുപോലെ തന്നെ ഇതിനകത്തൊരു USB കേബിൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇയർഫോൺ ഉണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ സിം ഇജക്ടർ ടൂൾ ഉണ്ട് ഇതിനകത്ത്. ഇത്രയാണ് ഈ ബോക്സിൽ വരുന്നത്. ഇതിന്റെ ചാർജർ 18 വോട്ട് ഫാസ്റ്റ് ചാർജറാണ്. അതുപോലെ തന്നെ USB ആണെങ്കിൽ C ടൈപ്പ് USB ചാർജറാണ്. ചാർജിങ് കേബിളാണ് ഇതിനകത്ത് ഉള്ളത്. അതുപോലെ തന്നെ ഇയർഫോണും. നല്ലൊരു ട്രാൻസ്പെറന്റ് ബാക്ക് കേസ് ആണ് ഇതിൽ. ഈ ബോക്സിന്റെ കൂടെ തന്നെ വരുന്നതാണ്. അപ്പൊ അത് എക്സ്ട്രാ വാങ്ങേണ്ട കാര്യമില്ല, അതും കൂടെ ഇതിന്റെ കൂടെ ഉണ്ട്. നമ്മുടെ ഫോൺ നമ്മൾ നേരെ പുറത്തേക്ക് എടുക്കാം. ഇതാണ് വിവോ Y33s ഫോൺ. ഇത് കണ്ടോ, നല്ലൊരു സ്ലീക്ക് ഡിസൈൻ ആണ് കേട്ടോ. നമ്മൾ ഫോൺ നോക്കുകയാണെങ്കിൽ ഇതിന്റെ സ്ക്രീൻ കണ്ടില്ല, ഡിസ്പ്ലേ ആണെങ്കിൽ 6.58 ഇഞ്ച് ആണ്. അതുപോലെ തന്നെ ഫുൾ ഹൈ ഡെഫിനിഷൻ ആണ് ഇതിന്റെ ഡിസ്പ്ലേ വരുന്നത്. ഇതിന്റെ ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഈ സൈഡിൽ ഒന്നും തന്നെ ഇല്ല. അതുപോലെ ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫിംഗർ പ്രിന്റ് സെൻസറും അതുപോലെ തന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടണും ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് നമ്മുടെ സിം സ്ലോട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, സിം സ്ലോട്ട് ഏറ്റവും മുകളിലാണ്. ബാക്കിയുള്ള ഫോണിനെക്കാട്ടും സിം സ്ലോട്ട് എല്ലാം സൈഡിലാണ് സാധാരണ വരാറ്. ഇതിന് ഏറ്റവും ഫ്രണ്ട് മുകളിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ 3.5 mm ജാക്കാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഇവിടെ USB-ക്കുള്ള ഒരു ജാക്കിന്റെ ഇതും അതുപോലെ തന്നെ സ്പീക്കേഴ്സും ആണ് ഇവിടെ ഉള്ളത്. മൈക്രോഫോണും ആണ് ഈ സൈഡിലുള്ളത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ബാക്കിലേക്ക് നോക്കിയത് കണ്ടിട്ട് നല്ലൊരു ഡിസൈനാണ്. ഗ്ലാസ് ഡിസൈൻ ആണ്, പക്ഷെ ഇത് ഗ്ലാസ് അല്ല, ഇത് പ്ലാസ്റ്റിക് ആണ് കേട്ടോ. വിവോന്റെ ഒരു എംബ്ലം ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ക്യാമറേന്റെ ഈ ഒരു നോച്ച് ഇവിടെ കൊടുത്തിരിക്കുന്നത് നല്ല രസമായിട്ടുണ്ട്. സ്ക്വയർ ടൈപ്പ് ആണ് ഇത് കൊടുത്തേക്കുന്നത്. അതിൽ തന്നെ ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ 50 MP ഒരു ക്യാമറയും അതുപോലെ തന്നെ 2 MP 2 ക്യാമറയാണ് ഇതിൽ ബാക്കിൽ വരുന്നത്. അതുപോലെ തന്നെ ഫ്ലാഷും ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറ ആണെങ്കിൽ ഫ്രണ്ട് ക്യാമറ 16 MP ഫ്രണ്ട് ക്യാമറയാണ് ഈ Y33s വരുന്നത്. ഇപ്പൊ ഈ ഫോണിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ Android 11 ആണ്. ഫൺ ടച്ച് OS 11 എന്ന് പറഞ്ഞ ഇവരുടെ വിവോന്റെ തന്നെ ഒരു സിസ്റ്റമാണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഇവർ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിനകത്തുള്ള ചിപ്സെറ്റ് ആണെങ്കിൽ മീഡിയ ടെക്കിന്റെ ഹീലിയോ G80 എന്ന് പറഞ്ഞൊരു ചിപ്സെറ്റ് ആണ് ഇവർ യൂസ് ചെയ്യുന്നത്. ഒക്ടാ കോർ ആണ് ഇതിന്റെ CPU, അത് 2 ഒക്ടാ കോർ ആണ്. അതുപോലെ തന്നെ ഇതിന്റെ റാം പറയുകയാണെങ്കിൽ 8 GB റാം ആണ് ഇതിന് കൊടുത്തേക്കുന്നത്, ഇതിന്റെ ഒരു ഓപ്ഷൻ. അതുപോലെ തന്നെ 128 GB സ്റ്റോറേജും ഇതിനകത്തുണ്ട്. 28 GB എന്നുള്ളത് നമുക്ക് എക്സ്പാൻഡബിൾ ആണ് കേട്ടോ. അത് 1 TB വരെ എക്സ്പാൻഡബിൾ മെമ്മറി നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡുവൽ സിം നാനോ സിം ആണ് യൂസ് ചെയ്യുന്നത്. 4G നെറ്റ്വർക്ക് ആണ് ഇതിനകത്ത്. 4G 3G ഒക്കെ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നതാണ്. വൈഫൈ ഉണ്ട്, NFC ഉണ്ട്, ബ്ലൂടൂത്ത് ഉണ്ട്, GPS, അങ്ങനെ നോർമൽ നമുക്കൊരു ഫോണിൽ കാണുന്ന അത്യാവശ്യം എല്ലാ ഫെസിലിറ്റീസും ഈ ഒരു ഫോണിൽ അവർ കൊടുത്തിട്ടുണ്ട്. ഈ ഫിംഗർ സെൻസറിന് പുറമെ നമുക്കൊരു ഫേസ് സെൻസറിങ് കൂടെ ഇതിനകത്ത് അവർ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിന്റെ ഒരു ഫീച്ചർ. ഈ ബഡ്ജറ്റ് ഫോണിൽ അത്രയും ഒരു ഫീച്ചേഴ്സ് വരുന്നത് ചുരുക്കമാണ്. അതുപോലെ തന്നെ ബാറ്ററിന്റെ ഇത് പറയുകയാണെങ്കിൽ 5000 mAh ബാറ്ററിയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ ഡയമെൻഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ വളരെ തിന്നാണ്. ഇത് കണ്ടില്ല, 8 mm തിക്നെസ് ആണ് ഇതിനകത്തുള്ളൂ. അതുപോലെ തന്നെ ഇതിന്റെ വെയിറ്റും പറയാണ് 182 ഗ്രാംസ് മാത്രമാണ് ഈ ഒരു ഫോണിന് വെയിറ്റ് ഉള്ളത്. അപ്പോൾ വളരെ ലൈറ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. കയ്യിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് പിടിക്കാനും പറ്റുന്ന ഒരു നല്ലൊരു ഫോണാണിത്. 2 സിമ്മും ഒരു SD കാർഡും ഇടാൻ പറ്റുന്ന സ്ലോട്ടാണ് ഇതുള്ളത്. ഇതിന്റെ അറ്റത്താണ് ഇവിടെ ഒരു റബ്ബർ മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വെള്ളം കയറാണ്ടിരിക്കാനൊക്കെ ആയിട്ടുള്ളൊരു സെറ്റപ്പാണ് കുറച്ചുകൂടെ ഈ ഒരു റെഡ് കളർ റബ്ബർ ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വെള്ളം കയറില്ലാന്ന് തോന്നുന്നു. ഒന്ന് ഓണാക്കി നോക്കട്ടെ ഫോണോ. അതാണ് വിവോ Y33s പവേർഡ് ബൈ ആൻഡ്രോയിഡ്. അങ്ങനെ ഫോൺ അങ്ങനെ സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ പേജിലേക്ക് പോയി നോക്കാം.
ഇതിന്റെ ഡിസ്പ്ലേ നന്നായിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ഫോട്ടോസ് നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഫോട്ടോസ് എങ്ങനെയുണ്ടെന്ന് നമുക്കറിയില്ല, നോക്കി നോക്കാം. ഫോട്ടോ കുഴപ്പമില്ല, അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ഫോട്ടോ ആണ് ഇതിനകത്ത് വരുന്നത്. നമുക്ക് വീഡിയോ ഒന്ന് എടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ള. വീഡിയോന്റെ ക്വാളിറ്റി നമുക്ക് നോക്കി നോക്കാം. വലിയ കുഴപ്പമില്ലാത്ത വീഡിയോ ആണ്. ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയുണ്ടോ വീഡിയോ എന്നുള്ളത്. കണ്ടോ, കുഴപ്പമില്ല, നല്ല ക്ലിയാരിറ്റി ഉണ്ട് വീഡിയോസിന്. അപ്പൊ ഈ ഫോണിന് 2 കളേഴ്സ് ആണുള്ളത്. ഒന്ന് മിഡ് ഡേ ഡ്രീം എന്ന് പറഞ്ഞൊരു ബ്ലൂയിഷ് കളറും പിന്നെ ഉള്ളത് മിറർ ബ്ലാക്ക് എന്ന് പറഞ്ഞ ഈ ഒരു കളറാണ്. ഇതിന്റെ പ്രൈസ് റേഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിൽ ഇതിന് $299 ആണ് ഇപ്പോഴത്തെ മാർക്കറ്റ്. അത് ഇപ്പൊ ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഇത്രത്തോളം കണ്ടത്തോളം ഇത് കുഴപ്പമില്ലാത്ത ഒരു, നമുക്ക് അത്യാവശ്യം വേണ്ടത്ര ഫീച്ചേഴ്സും എല്ലാം വരുന്ന ഒരു ഫോൺ തന്നെയാണ്. ഇതിന് കുറച്ചുനാൾ യൂസ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇത് എത്രത്തോളം ഇതാവുന്നുള്ളൂ. കാരണം ഇതിപ്പോ ഇറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത്രത്തോളം ഫോൺ കുഴപ്പമൊന്നുമില്ല, കുഴപ്പമില്ലാത്ത സ്പെക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. വിവോ Y33s എന്ന് പറഞ്ഞ ഫോണാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.